ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഉപയോഗിച്ച് പ്രയോജനപ്പെട്ട ഒരു ഇതാണ്. എന്നാന്ന് ചോദിച്ചാൽ താരം പോകുന്നതിനും മുടി പൊഴിച്ചതിനും ഉള്ള ഒരു മരുന്നാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്, അല്ലാതെ പുറത്തുനിന്ന് നമുക്കൊരു ചെറിയൊരു ക്യാപ്സൂൾ മാത്രം മേടിച്ചാൽ മതി. അതിന് വലിയ വിലയുള്ളതൊന്നും അല്ല കേട്ടോ. അത് മാത്രം മതി. അത് മാത്രം ചേർത്ത് താരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര താരനായിരുന്നു എൻ്റെ തലയിലും അച്ചുവിൻ്റെ തലയിലും. എൻ്റെ തലയിൽ നട്ട് അച്ചുവിൻ്റെ തലയിലൊക്കെ പാറുന്നത്. അതിട്ട് അച്ചുവിൻ്റെ മുഖം നിറച്ച് നെറ്റിയിലൊക്കെ ഭയങ്കര കുരുവൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ എനിക്കെന്ന് പറഞ്ഞാൽ കുരുവല്ല, മുഖത്ത് ദേ ഈ പിരിയം കണ്ടോ, പിരിയത്തിൻ്റെ ഇവിടോട്ട് വന്നങ്ങ് കുറ്റു പോലെ അങ്ങ് ഇരിക്കും. ചൊറിച്ചിലുവാ, ഇളക്കി കളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നീറ്റൽ, പിന്നെ അത് കരിഞ്ഞു കഴിയുമ്പോഴത്തേക്കുള്ള പിന്നെ അതുപോലെ തന്നെ താരന പിരിയത്തേലായിരുന്നു ഭയങ്കരമായിട്ടും കൂടുതലും വരുന്നത്. തലയിൽ കൂടി കഴിയുമ്പോൾ തലയിൽ ഇങ്ങനെ ഇളക്കി എടുക്കാമായിരുന്നു, അതുപോലെ താരനായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഒരു ആൾ പറഞ്ഞു തന്നതിലൂടെ ഞാൻ ചെയ്തതാണ്. നമ്മുടെ കറ്റാർവാഴ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം അതൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും കാണണം, കണ്ടിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. ഉപയോഗിച്ച് നോക്കിച്ച് അതിൻ്റെ പ്രയോജനം കൂടെ പറയണം കേട്ടോ. അത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് തലേന്ന് താരം പോയോ, താരം പോച്ച് തന്നെയല്ല മുടി വളരുകയും ചെയ്യും, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും തീരും. അച്ഛൻ്റെ മുടി ഭയങ്കരമായിട്ടാണ് കൊഴിയുന്നത്. അപ്പം അത് താരം കൂടിയപ്പോഴായിരുന്നു അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇത് തേച്ച് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാമേ. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുഞ്ഞൊരു വീഡിയോ ആണോ നീണ്ടു പോകുന്ന വീഡിയോ ആണോ എന്നൊക്കെ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്തേക്കണം, മറക്കല്ലേ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാമേ. ഒരു 8:30 ആയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. കാര്യം രാവിലെ തുടങ്ങിയ ജോലിയാണ്. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നായിരുന്നു രാവിലെ എണീറ്റപ്പം തീരുമാനിച്ച്. എല്ലാം ഒന്ന് തൂത്തു വാരി വൃത്തിയാക്കി കഴിയുമ്പോൾ ഒരു സമാധാനമായത്. മിറ്റന്തൂര് തന്നെ രാവിലത്തെ ഒരു ഭയങ്കര ഒരു ജോലി തന്നെയാണ് അതിനത്. ഇപ്പം എല്ലാം ഒന്ന് തൂത്ത് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി. അപ്പം ഇന്നലെ ഞാൻ ഗ്രോ ബാഗിനകത്ത് മണ്ണ് നിറച്ചൊക്കെ അല്ലേ കാണിച്ചത്. ഇതിനകത്ത് അരിയൊന്നും ഇട്ടില്ലായിരുന്നേ. ഇന്നലെ വിത്തൊക്കെ ഇടാനായിട്ട് ഇരുന്നായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഭയങ്കര മടിയാണ് മണ്ണിനകത്തൊക്കെ ഇട്ട് കൈയിട്ട് വരാനായിട്ട്. അതുകൊണ്ട് പിന്നെ ഇന്നലെ ഞാൻ അത് നട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഞാൻ അതിനെല്ലാം വെള്ളമെല്ലാം ഒഴിച്ച് വെച്ച് നട്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് ഇച്ചിരി ഇല ഇട്ടേക്കെന്ന് വെച്ചാൽ ഭയങ്കര ചൂടല്ലേ. നമ്മൾ വെള്ളം ഒഴിച്ച് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ മേളുവശം അങ്ങ് ഉണങ്ങി കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ ഈ വിത്ത് പിന്നെ മുളയ്ക്കാൻ താമസം വരും. അതുകൊണ്ട് ഇച്ചിരി കൊന്നച്ചവറ് വെച്ചേക്കുന്നത്. കൊന്നച്ചവറ് നല്ല വളമാണ് കേട്ടോ പച്ചക്കറിക്ക്. അപ്പം അത് രാവിലെ നട്ടു. പിന്നെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഓലയെല്ലാം എടുത്ത് അടുക്കി വെച്ച് എല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴൊരു സമാധാനമായി. മുറ്റത്തോട് നോക്കുമ്പോൾ നമുക്ക് പ്രാന്തെടുക്കുമായിരുന്നു, മുറ്റം അങ്ങോട്ട് വൃത്തിയായില്ലല്ലോ എന്നോർത്ത്. ഞാൻ ആദ്യം ഓർത്ത് ഓലയെല്ലാം ഇവിടെ കിടന്ന് ഉണങ്ങിയിട്ടെടുക്കാം. എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് അവിടെ കെട്ടി വെച്ചാലും ഉണങ്ങിക്കോളൂല്ലോ, നല്ല വെയിലല്ലേ. ഓലയെല്ലാം ഇവിടോട്ട് വെച്ചു. പിന്നെ അവിടെ വെച്ചേക്കുന്ന ഒരു ചാക്കിനകത്ത് കരിയിലയാണേ. കരിയില ഇപ്പം മുറ്റം തൂത്ത കരിയില എല്ലാം കൂടെ വെള്ള ചാക്കിനകത്ത്, മറ്റേ മഞ്ഞച്ചാക്ക് മറ്റേ ഹരിതകർമ്മയുടെ അവർ വരുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനകത്താണ് നിറച്ച് വെക്കുന്നത്. അപ്പോൾ അവർ മിനിഞ്ഞാന്നൊന്ന് കൊണ്ടുപോയി. അപ്പോൾ അതിനകത്ത് 2 കവറേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ഈ കവറും കൂടെ എടുത്ത് അങ്ങോട്ടിടണം. ഇവിടെ തൂത്തപ്പം എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടതാണ്. ഇവിടെയാണ് മടലെല്ലാം എടുത്ത് നമ്മുടെ അലക്കല്ലിൻ്റെ പുറത്തോട്ടാക്കി വെച്ച്. ഇനി അവിടെ മഞ്ഞളുണ്ട്, അതും കൂടെ നടണം. ഇഞ്ചി എന്നോട് ജോമ ചോദിച്ച് ഇഞ്ചിയൊക്കെ കിളുത്തോന്ന്. നട്ടതിൻ്റെ പിറ്റേ ദിവസം എങ്ങനെയാണ് ജോമ ഇഞ്ചി കിളുക്കുന്നത്? ഇഞ്ചി കിളുക്കാനൊക്കെ ഒരു സമയം കൊടുക്കണ്ടേ. കിളുത്ത് കാണും കിളുക്കാറായി വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. ഇതിൻ്റെ പുറത്ത് ഞാൻ കരിയിലിട്ടൊക്കെ ഈ ചൂട് കാരണമേ മഞ്ഞളും അല്ല, ഇവരെ ഒരു മരുന്ന് മുക്കിയാണ് തരുന്നത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയൊക്കെ വീട്ടിലോട്ട് പോകും. അത് പറയാനായിട്ട് എന്നെ വിളിച്ചതാണ്, പോവാന്നും പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ഈ ഇഞ്ചി ആണേലും മഞ്ഞളാണേലും ഒക്കെ ഉണ്ടല്ലോ, ഇവർ എന്നതോ മരുന്നൊക്കെ മുക്കി അഴുക്കാകാതെ നല്ല ഇതൊക്കെ ആക്കിയാണ് തരുന്നത്. അത് പക്ഷെ നമുക്ക് ഈ നടാൻ മാത്രമേ കൊള്ളത്തുള്ളൂ കേട്ടോ, വേറെ ഒന്നിനും എടുക്കാൻ കൊള്ളത്തില്ല. ഇപ്പോൾ ഒന്ന് കറി വെക്കാനോ എടുക്കാനോ അതിനൊന്നും കൊള്ളത്തില്ല. പിന്നെ ഞാൻ ഓർത്ത് മൊത്തം ഇവിടെ കുറേ ഇഞ്ചി ഇരിപ്പുണ്ടായിരുന്നു. അത് പിന്നെ ഇവിടുത്തെ പിന്നെ ഇച്ചിരി ഇഞ്ചി അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ മൊത്തം അങ്ങ് നട്ടേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുഴുവൻ നട്ടത്. ഇപ്പോൾ രാവിലെ ഇനി ഈ അടുക്കളയിലോട്ട് കയറട്ടെ. കണ്ണന് ഇന്ന് 9 മണിക്ക് ട്യൂഷന് പോകണം. അപ്പോൾ അന്നേരത്തേക്ക് കണ്ണന് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കണം. ഇതിനൊക്കെ ഇച്ചിരി ചാണകമൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ മുട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇലയുടെ ആയിരുന്നേ, മറന്നുപോയി വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ 2 സൈഡും മുറിച്ചെടുത്താ കേട്ടോ കഴിക്കാനായിട്ട്, എനിക്ക് കഴിക്കാനായിട്ട് എടുത്ത. ഇത് അടുപ്പയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇല കരിഞ്ഞേക്കുന്നുണ്ട്, അകം കരിഞ്ഞിട്ടില്ല കേട്ടോ.
അച്ചുവിന് ഇങ്ങനെ തടേ മീൻ വറുത്തതും അച്ചാറും. അച്ചുവിന് അച്ചാർ ഇത്രയും മതിയായിരുന്നോ മോളെ? നീ അച്ചാറാണോ തിന്നുന്നത്, അല്ലാതെ അടയല്ലേ കഴിക്കുന്നത്? ഒരു കുഞ്ഞ് അട ഉണ്ടാക്കി വെച്ചുണ്ടല്ലോ, ഒരു ലോഡ് അച്ചാർ എടുത്തേക്കുന്നത്. എന്നിട്ട് ഒരു ചിരിയുണ്ട് എന്തേലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇത്ര അച്ചാർ വേണമെന്ന്. നീ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ വേണ്ടാന്ന്, തിരിച്ചിട്ടേക്കാന്ന്. തിരിച്ചിടുന്നോ? എനിക്ക് വിഷമമൊന്നും ആകത്തില്ല, മക്കളിട്ടു. തിരിച്ചിടട്ടെ? ഈയടി. നല്ല കൊച്ചു മത്തി കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് തീരെ വെക്കാനായിട്ട് മുളകും പിന്നെ കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞതാണേ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇരിപ്പുള്ളതുകൊണ്ട് അത് അതിനകത്ത് ചേർക്കുന്നില്ല. പിന്നെ ചതച്ചെടുത്തുകൊണ്ട് വരട്ടെ. എങ്ങനെ പറഞ്ഞു? വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് ചേർക്കുന്നില്ല. വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ എന്നെ കൂടെ തെറ്റിക്കാതെ. ഇന്ന് കുടംപുളി ഇട്ടല്ല കേട്ടോ, മാങ്ങ ഇട്ടാണ് വെക്കുന്നത്. മാങ്ങായും ഈ ജയചേച്ചി തന്നെ ഈ മാങ്ങ വെച്ച് 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 കുതിപ്പിക്കുന്നത്. മീൻകറി വെക്കുന്നത് പിന്നെ എന്നായിരുന്നു, അവിയൽ, എല്ലാം അതിനകത്ത് മാങ്ങ മാങ്ങ മാങ്ങ. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മാങ്ങ ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. അച്ചാറിടാണ്ട് മുഴുവൻ അച്ചാറിട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അച്ചാറിടാതെ മാറ്റി വെച്ച്. എന്നതിനാന്ന് ചോദിച്ചാൽ ഇതിനകത്തോട്ട് നമുക്ക് മീൻ പീര വെക്കുന്നതിനും പിന്നെ മാങ്ങയൊക്കെ ഇട്ട് ഇനി ഞാൻ ചേട്ടനോട്ട് ഇച്ചിരി അയല മേടിക്കണം. അയല മുളക് ചേർത്ത് കറി വെക്കത്തില്ലേ, തേങ്ങ അരച്ച് വെക്കുന്നതും മാങ്ങ ചേർത്ത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ കയ്യിലടി സൗണ്ട് കേട്ടെ. ഇങ്ങനെയാണോ അടപ്പ് തുറക്കുന്നത്? ഇപ്പം മാങ്ങ ഇട്ടു. ഇനി അതിലേക്ക് ശരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പെടുക്കട്ടെ. ഉപ്പ്, ഈ ഉപ്പിനൊട്ട് ഉപ്പില്ല. നീ എത്ര ഇട്ടാലും ഒട്ടും ഉപ്പില്ല. വന്നോ ഡോറടയ്ക്ക്. നീ അമ്പലത്തിൽ പോയി കൂട്ടുകാരുടെ കൂടെ കഴിച്ചോ? വഴക്കുണ്ടാക്കാതെ എടുത്ത് കുടിക്കേ. ഇനി കൊടുക്കലാണ് ചെറിയ ഓൾറെഡി മക്കളായിരുന്നു. നീ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം. ഞാൻ മീനും കൂടി ഇട്ടിനി. നമ്മുടെ ഉണ്ടമുളകാണ് ചേർത്തേക്കുന്നത്. ഇതിന് ഉണ്ടമുളക്, മീൻ ഇങ്ങനെ പീര വെക്കുന്നതിനൊക്കെ ഉണ്ടമുളക് ചേർക്കുന്ന നല്ല ടേസ്റ്റ്. ഞാൻ ഇതൊന്നെടുത്ത് അടുപ്പ് വെച്ചിട്ട് വട്ടെ. ഞാൻ ഉപദ്രവിക്കാതെ ആ ചെറുക്കിന് ചുമ്മാ അരമ്പുണ്ടാക്കുക. ആവശ്യത്തിനുള്ള ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കുവേ. ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് അപ്പം ഞാൻ ചതച്ചത് മഞ്ഞൾ പൊടി കൂടെ ചേർത്തായിരുന്നേ. മഞ്ഞൾ പൊടി, ചുമന്നുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്താണ് ചതച്ചെടുത്തത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തു. പിന്നെ നമ്മുടെ മാങ്ങ, അടിപൊളി മാങ്ങ, കുറച്ച് വെള്ളവും കൂടെ, ഒരു ശകലം വെള്ളവും കൂടെ ചേർത്ത് കേട്ടോ. എന്നിട്ട് ഇത് അടുപ്പിലിട്ട് വെക്കാൻ തുടങ്ങണം. മുമ്പ് എടുത്തതിൻ്റെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടായിരുന്നേ, അതെടുത്തു. പിന്നെ ഇതുണ്ടോ കുരുമുളക് പൊടി. അയ്യോ ഉപ്പ് ഇട്ടില്ലടി അച്ചു, ഇച്ചിരി ഉപ്പിങ് എടുത്തേ മോനെ. പിന്നെ കുരുമുളക്, മുളക് പൊടി എല്ലാം കൂടി ഇട്ട്. ഇതിവിടെ അച്ചുവിൻ്റെ ഇഷ്ടപ്പെട്ട മീൻ വറുത്തതാണ്. അവൾ ഉച്ചയ്ക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞിരിക്കേ. മതി, ഉച്ചയ്ക്ക് ചോറ് വേണ്ടാന്ന് പറയും. അപ്പം ഞാനിങ്ങനെ കുരുമുളകും എല്ലാം ചേർത്ത് ഇങ്ങനെ മീൻ വറക്കും. അതിൻ്റെ വറക്കുന്നതിൻ്റെ മണം വരുമ്പം തന്നെ അവൾക്ക് ചോറ് വേണമെന്ന് പറയും. കുറച്ച് മതിയെ വറക്കാനായിട്ട് എടുക്കുള്ളൂ, ഇന്നത്തേക്ക് മാത്രം. വേറെ കഴിഞ്ഞ ദിവസം മേടിച്ച മീൻ ഇരിപ്പുണ്ട്. ആ മീൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് ഇത് കേട്ടോ. ചുന് ചോറ് വേണ്ടല്ലോ? ഓ വേണ്ടടി, കഴിക്കണ്ട. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കാൻ മെഴുക്ക് പുരട്ടിയെ. ഇനി രസവും കൂടെ തിളപ്പിക്കും. മീൻപേരയ്ക്ക് ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നേ. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഓഫ് ചെയ്തേക്കാം. ഇച്ചിരി കറിവേപ്പിലയും പിന്നെ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോഴാട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുന്നത്. പച്ചവെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ, കറിവേപ്പിലയില്ല. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂടി വെക്കണം. പിന്നെ
കഴിക്കാൻ നേരമേ തുറക്കാവുള്ളൂ, അന്നേരം നല്ല മണം കിട്ടും. മീൻപീര വെച്ചാൽ നമുക്ക് പതിവുള്ളതാണല്ലോ രസം. ഇവർക്ക് എല്ലാവർക്കും മീൻപീരയുടെ കൂടെ രസമാണ് ഇഷ്ടം. അപ്പം ഞാൻ കടുകിട്ടു. രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കായം ചേർത്തുള്ള രസമൊന്നുമില്ല കേട്ടോ. ഈയിടയ്ക്ക് ഞാൻ ഈ രസം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇച്ചിരി കായം ചേർക്കണം, പിന്നെ എന്നായിരുന്നു ഇഞ്ചിയോ വെളുത്തുള്ളി അങ്ങനെ ഇടുന്നൊക്കെ ചേർക്കുന്നത്. പക്ഷെ ഇവർക്ക് അതൊന്നും ഇഷ്ടമല്ല. ഇവർക്കത് ഇഷ്ടമല്ല. ഇവർക്ക് ഇങ്ങനത്തെ രസമാണ് ഇഷ്ടം. മറ്റേ കായമൊക്കെ ഇട്ട് രസം വെക്കും, പക്ഷെ അത് ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കുന്നത്. ഇവർക്ക് ആർക്കും അത് ഇഷ്ടമല്ല. ഇതിലേക്ക് പച്ചമുളകും വേണ്ടത് കേട്ടോ, ഇങ്ങനെ അരിഞ്ഞ് ചുമന്നുള്ളി നമ്മൾ ഈ കടുക് വറുക്കാനൊക്കെ അരിയുന്നതിനേക്കാളും ആ ഷേപ്പിൽ ഇച്ചിരി കട്ടി വേണം അരിയാൻ വേണ്ട. ഇതുപോലെ ഇതിന് പച്ചമുളക് ചേർത്ത് നമ്മൾ ഈ രസം വെക്കുമ്പം ഈ എണ്ണ കടുക് വറുക്കുന്ന കൂടെ തന്നെ ഇത് ചെയ്യുന്നത്, ഇതിട്ട് വഴറ്റ് ചെയ്യുന്നത്. അതേസമയം കാന്താരിയാണെങ്കിൽ ഉള്ളി മാത്രം വഴറ്റി വെച്ച് പുളിവെള്ളം വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് പിഴിഞ്ഞെടുത്തേച്ച് അതാണ് ചേർക്കുന്നതിനകത്ത്. അപ്പം കാന്താരി ചേർത്തെടുക്കുമ്പോഴത്തേക്ക് ഈ വാളംപുളി പിഴിഞ്ഞൊഴിച്ച് ആ വെള്ളത്തിലേക്കാണ് അത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കാന്താരി ഞെടുപ്പൊന്നും കളയത്തില്ല കേട്ടോ, ചുമ്മാ ഒന്ന് ചതച്ചിടും. നമുക്കിവിടെ കാന്താരി ഇല്ല. ജയചേച്ചി ഇടയ്ക്ക് കുറേ പ്രാവശ്യം അജിത ചേച്ചിയും പറയുന്നത് കേട്ടോ തോന്നുന്നു. കാന്താരി എനിക്കിവിടെ ഉണ്ടെന്ന്. എനിക്കിവിടെ കാന്താരി എന്ന് പറഞ്ഞ സംഭവം നട്ടിട്ടുണ്ട്, പക്ഷേ ഒരു കാന്താരി 2 കാന്താരി അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ അല്ലെങ്കിൽ അടുത്ത് എവിടുന്നേലൊക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട്. ഇപ്പം നമ്മുടെ ഏത് വഴറ്റി മുളകും ഉള്ളിയും കൂടെ വഴറ്റി ഒത്തിരി അങ്ങോട്ട് മൂപ്പിക്കത്തില്ല കേട്ടോ. അവർ പച്ചപ്പൊന്ന് മാറി ഒന്ന് വഴറ്റിയെടുക്കത്തേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് വാളംപുളി പിഴിഞ്ഞത് ചേർക്കുവാണേ. നമ്മുടെ വാളംപുളിയുടെ അവസ്ഥ അറിയാമല്ലോ, മൊത്തവും കല്ലും കുരും തോടും മാത്രമേ ഉള്ളൂ. എന്നിട്ട് കുറച്ചും കൂടെ അപ്പുളിക്കകത്തോട്ട് തന്നെ ഇട്ട് പിഴിഞ്ഞ് വെച്ച് കുറച്ചും കൂടെ വെള്ളം ചേർക്കുവേ. എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് ഉപ്പും ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ രസം റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ട് രസമാണ്. പച്ചമുളകിനേക്കാൾ ടേസ്റ്റും കാന്താരി ഇടുന്ന കേട്ടോ. ആ കാന്താരി അങ്ങോട്ട് തിളയ്ക്കുമ്പോൾ ഒരു മണമൊക്കെ ആ മണം വന്നാൽ മതി നമുക്ക് ചോറിനാൻ തോന്നും. രസം എല്ലാം നല്ലപോലെ തിളച്ച് കേട്ടോ. ഇതുപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ രസവും റെഡിയായി. ഉച്ചക്കത്തേക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി, മീൻപീര, രസം, പിന്നെ നമ്മുടെ മീൻ വറുത്തമുണ്ട്, പിന്നെ നമ്മുടെ ഇച്ചിരി മാങ്ങാച്ചാറും ഉണ്ട് കേട്ടോ, ഇഞ്ചിക്കറിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കൂട്ടി ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണേ. അപ്പം ഞാൻ ഇനി അച്ചുവിൻ്റെ തലയിൽ അത് ചെയ്യാനായിട്ട് കറ്റാർവാഴ മുറിക്കാനായിട്ട് പോവുകയാണേ. കറ്റാർവാഴ മുറിച്ച് ഇച്ചിരി നേരത്തെ എടുത്ത് വെക്കണം. അതിൻ്റെ ആ മഞ്ഞ കളറൊക്കെ പോകണ്ടേ, അത് കാണിച്ചു തരാം, വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഇത് നല്ലപോലെ താരം പോകുന്നതാണ് കേട്ടോ. എനിക്ക് ഈ ചൂട് സമയത്തായിരുന്നു എനിക്ക് താരം കൂടുന്നത്. ചൂട് സമയമാകുമ്പോഴത്തേക്ക് വെച്ചാൽ വേർക്കുമ്പോഴത്തേക്ക് അത് അനുഭവിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. തലയങ്ങോട്ട് ചൊറിയാന്നുണ്ടെങ്കിൽ ഭ്രാന്തെടുക്കാം. അന്നേരം ഓർക്കും തലയങ്ങ് മുട്ടയടിച്ചാലോ എന്ന്. അതുപോലെ ചൊറിച്ചിലായിരുന്നു എനിക്ക് അങ്ങ് തലയ്ക്ക്, ഭയങ്കര ചൊറിച്ചിലായിരുന്നു കേട്ടോ. ചൊറിഞ്ഞ് നഖം കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ചൊറിയുമ്പം നമ്മുടെ നഖത്തിൻ്റെ ഇടയ്ക്ക് കെട്ട് കണക്കിനാണ് താരം കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട് താരം മാറ്റുള്ളതുണ്ടെന്ന്. ഞാൻ ഈ കുറച്ച് ദിവസമായുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല വ്യത്യാസം കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഇവിടെ ഒന്ന് വിളിച്ച് എന്നാന്ന് ചോദിച്ച്. അപ്പം നല്ലപോലെ പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. 2 ദിവസം നമ്മളൊന്ന് ചെയ്താൽ മതി, അന്നേരം തന്നെ നല്ല വ്യത്യാസം വരും കേട്ടോ. തല ചൊറിച്ചിലും കുറയും. നമുക്ക് തല ചൊറിയുമ്പോൾ നമുക്കറിയാം താരൻ്റെ ഇത് നമുക്ക് നഖത്തിനിടയ്ക്ക് കിട്ടുന്ന കാണുമ്പോൾ അറിയാം, കുറഞ്ഞു വരുന്നതായിട്ട് അറിയാൻ പറ്റും. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല ഇതായിട്ട് വ്യത്യാസം വരും. അങ്ങനെ നേരത്തെ ചീകി എൻ്റെ തലേന്ന് ഞാൻ കളഞ്ഞിട്ടുണ്ട് താരൻ, അതുപോലെ കളഞ്ഞിട്ട്. മുടി ശരിക്കും എൻ്റെ പോയായിരുന്നു. ഞാൻ കൂടുതലും മുടി അഴിച്ചിടത്തേ ഇല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ മുടി പോയി, ഒരു ഇച്ചിരി മുടിയായിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കൂടുതലും ക്ലിപ്പ് വെച്ചിങ്ങനെ. പക്ഷെ അതിൽ നിന്നൊക്കെ മുടിക്ക് നീളം വെച്ച് തുടങ്ങി കേട്ടോ. മുടിക്ക് ഇച്ചിരി നീളം വെച്ച് തുടങ്ങി. ഞാൻ സത്യം പറഞ്ഞ വീഡിയോയിലൊക്കെ കാണിക്കാത്ത ഇത് കണ്ടോ, എൻ്റെ മുടി ശരിക്കും അങ്ങ് ഇപ്പോൾ ഒരിച്ചിരി നീളം വെച്ചു. മറ്റേതിൻ്റെ ഇത്രയേ ഉള്ളായിരുന്നു മുടി, ഒരു ഇച്ചിരി ഉള്ളായിരുന്നു, ഒന്ന് കെട്ടി വെക്കാൻ പോലും തികയത്തില്ല, അതുപോലെ മുടി പൊഴിഞ്ഞു പോയായിരുന്നു എൻ്റെ. എനിക്ക് നേരത്തെ നല്ലപോലെ മുടിക്ക് നീളം ഉണ്ടായിരുന്നു, നല്ല ഇതായിട്ടുണ്ടായിരുന്നായിരുന്നു. ഈ താരം വന്നതിന് ശേഷമാണ് എൻ്റെ മുടി മൊത്തം പൊഴിയാൻ തുടങ്ങി കേട്ടോ. ഇപ്പം ഇച്ചിരി നീളം വെച്ചിട്ടുണ്ട്, ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പം പിന്നെ നമ്മുടെ ജയചേച്ചിയുടെ ടിപ്സും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. എല്ലാം കൂടെ ഒക്കെ ചെയ്ത് മുടി ഒന്ന് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ. താരം പോയാൽ തന്നെ മുടി നല്ലപോലെ വളരും, ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. താരം പോയി കഴിഞ്ഞാൽ മുടി പൊഴിച്ചിൽ കുറയുമ്പം തന്നെ മുടി നല്ലപോലെ വളരാനും തുടങ്ങും. പിന്നെ കറ്റാർവാഴ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ദോഷമുള്ള സാധനമൊന്നുമല്ല.
കെമിക്കലോ ഒന്നും ചേർന്നതല്ല, നല്ല ഇത് തന്നെയാണ്. അപ്പം വീഡിയോ കണ്ടേച്ച് നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. അപ്പം അതിൻ്റെ കമൻറ്റ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളുക. പിന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഈ വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങളതിൻ്റെ കമൻറ്റ് പറയണം. താരം കുറഞ്ഞെങ്കിൽ കുറഞ്ഞെന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് കറ്റാർവാഴയൊക്കെ പറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുവാണ് ഞാൻ. കറ്റാർവാഴയുടെ തണ്ട് മുറിച്ചെടുക്കുവാണ് ഇതിനെ. നമുക്കിതിനാവശ്യം കറ്റാർവാഴയുടെ തണ്ടാണ്. കറ്റാർവാഴയുടെ തണ്ട് മുറിച്ചത് കറ്റാർവാഴയാണ് നമുക്ക് ആവശ്യമുള്ളത്. കറ്റാർവാഴയുടെ തണ്ട് ആവശ്യമെന്ന് പറഞ്ഞേ പോടാ വന്ന്. ഇതിനകത്ത് ഇത് കണ്ടോ, ഒരു മഞ്ഞക്കറ വരുവേ, അത് കളയണം നമുക്ക്. എങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അങ്ങ് ഊർന്ന് പൊക്കോളും. അത് ആവശ്യമില്ല. അത് ചിലർക്ക് ചൊറിയൊക്കെ ചെയ്യും. വേണ്ടത് കണ്ടോ, കണ്ടോ, ആ ഇത് തന്നെ സംഭവം. ഇത് തല ചൊറിയൊക്കെ ചെയ്യും ചിലർക്ക്. അപ്പം അതുകൊണ്ട് ഇത് കളയണം. ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചോ അല്ലെങ്കിൽ വല്ല തുണിയാലോ എടുത്ത് വെച്ച് നമുക്കത് കളഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചാൽ മതി, അല്ലെങ്കിൽ തുണിയാണേലും മതി കേട്ടോ. കുറച്ച് നേരം വെച്ചതിന് ശേഷം ആ മഞ്ഞ കളർ മുഴുവനും ഇളകി വരും. എന്നിട്ട് ഇതെടുത്ത്, ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ഈ സൈഡിലത്തെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിങ്ങനെ കട്ട് ചെയ്യും. ഇത് ഞാൻ മുറിക്കാനുള്ള സൗകര്യത്തിനാണ് രണ്ടായിട്ട് മുറിച്ചത്. ഈ രണ്ട് സൈഡിലെ മുള്ളു പോലത്തെ കളയും. കളഞ്ഞ് വെച്ച് ഇതിനകത്തൂടെ ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ വെട്ടുണ്ട്, അതാണ് അവിടെ ഒരു ഇതിങ്ങനെ രണ്ടായിട്ട് മുറിച്ചെടുക്കും. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് സ്പൂൺ എടുത്തില്ല, സ്പൂണും കൂടെ എടുത്തോണ്ടോട്ടെ. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇതുണ്ടോ ഇതുപോലെ ഇങ്ങനെ വടിച്ചെടുക്കുമ്പം, ഞാൻ പാത്രത്തിൽ വെച്ചെടുക്കുന്നതിനെന്ന് വെച്ചാൽ ഇത് വെളിയിൽ പോകും, അല്ലെ നമ്മൾ വടിച്ചെടുക്കുമ്പോഴത്തേക്ക് പാത്രം ആകുമ്പോൾ അതിനകത്ത് ഇരുന്നുള്ളൂല്ലോ. കാണാമോ? ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ വടിച്ചെടുക്കണം. ഈ ഇലയുടെ സൈഡ് വശത്ത് ഇതൊന്നും വേണ്ട കേട്ടോ, ഈ അകത്തെ മാത്രം മതി. ഇതിനകത്തൊന്ന് ഒത്തിരി കിട്ടും. ഇത് കണ്ടോ, ഞാൻ പതിയെ എടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ തെറിച്ച് പോയെങ്കിലും ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ തെറിച്ചങ്ങ് പോകും. പിന്നെ ഇതിനൊരു വഴുവഴുപ്പുണ്ടല്ലോ. നമുക്ക് ഇത്രേ ആവശ്യമുള്ളേ. ഇത് കണ്ടോ, ഇങ്ങനെ എടുത്തേച്ച് എന്നിട്ട് ഇത് കണ്ടോ, ഇവിയോൺ എന്ന് പറഞ്ഞത് വിറ്റാമിൻ ഇ ആണിത്. അപ്പം ഇത് കടയിൽ മേടിക്കാൻ കിട്ടും. അതുകൊണ്ട് ഈ കളറാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നതല്ല കേട്ടോ. ഇത് നമ്മൾ മുഖത്ത് പുരട്ടാനും തലയിൽ പുരട്ടാനും ഒക്കെ എടുക്കുന്നതാണ്. ഇതുപോലെ ഒരു ക്യാപ്സൂൾ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യട്ടെ. ഇതുപോലെ ഒരു ക്യാപ്സൂൾ എടുത്ത് അതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്നിങ്ങനെ കത്രി കൊണ്ട് കട്ട് ചെയ്താൽ മതി. അത് മുഴുവനും നമ്മൾ കറ്റാർവാഴയിലിട്ട് എടുക്കണേ. ഇതിപ്പോൾ ഞാനിങ്ങനെ പാത്രത്തിൽ എടുത്ത് വെക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ കാണിക്കണോണ്ട് ഇങ്ങനെ ഒഴിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ സാധാരണ മിക്സിയിലോട്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് മിക്സിയിലിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരട്ടെ. ഇതിനി എല്ലാം കൂടെ ഇതുപോലൊരു കൊച്ചു ജാറിലേക്കിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരട്ടെ.
ഇത് അടിച്ചെടുത്തതാണേ. ഇത്രയും മതി, നമുക്ക് തലയോട്ടി മാത്രം ഇങ്ങനെ തേച്ചാൽ മതി കേട്ടോ, അല്ലാതെ മുടിയിലോട്ടൊന്നും ഒരുപാട് തേക്കണ്ട. ഉള്ളി മാത്രം ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അച്ചുവിൻ്റെ മുടി ഇപ്പം ഇടയ്ക്ക് ഞാനൊന്ന് കുറച്ച് വെട്ടി വിട്ടായിരുന്നു, അത് കഴിഞ്ഞുള്ളതാണ്. ഇതിപ്പോൾ എണ്ണ ചീകുമ്പോൾ നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, ചീകുമ്പം അപ്പടി മുടി ഒറ്റ ചീപ്പ് നിറച്ച് മുടിയായിരുന്നു കിട്ടുന്നത്. പക്ഷേ ഇപ്പം ഇത് കണ്ടോ, ഇപ്പം ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മുടി അങ്ങനെ പൊഴിയുന്നില്ല. ഇത് തേച്ച് എൻ്റെ മുടിയും പൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും. ഞാനും എന്നിട്ട് എൻ്റെ ഞാൻ ഓർത്ത് എൻ്റെ തലയിലെ താരനൊരിക്കലും പോകത്തില്ലെന്നായിരുന്നു വിചാരിച്ചത്. കാര്യം പിരിയത്തെ വരെയായി. എല്ലാവരോടും ഞാൻ ചോദിക്കാൻ താരം പോകുന്നതിൻ്റെ മരുന്ന് പറയും. ഇത് പക്ഷേ നമ്മളുണ്ടല്ലോ ഒരു 5 ദിവസം പുരട്ടുമ്പം തന്നെ ഉണ്ടല്ലോ നല്ല വ്യത്യാസം വരും താരന്. അച്ചുവിന് താരനങ്ങോട്ട് കൂടിയിട്ട് മുടി ഭയങ്കരമായിട്ടും പൊഴിയുമായിരുന്നു. എന്നത് തലയിൽ പുരട്ടിയാലും നമ്മൾ തലയിൽ ഒരിച്ചിരി എണ്ണ തേച്ചേച്ച് തലയിൽ എന്നതാണേലും പുരട്ടാവുള്ളൂ, അല്ലാതെ എണ്ണ തേക്കാതെ ഡയറക്റ്റായിട്ട് തലയിൽ തേക്കരുത്. അച്ചു പൊതുവേ തല എണ്ണ തേര് ഭയങ്കര മടിയുള്ളൊരു വ്യക്തിയാണ് അച്ചു. തല എണ്ണ തേക്കത്തേ ഇല്ല. ഇങ്ങനെ എപ്പോഴേലും എൻ്റെ കൈ കിട്ടുമ്പോൾ പിടിച്ചിട്ട് ഞാൻ തേക്കും തല. തല ഇങ്ങോട്ട്. പിന്നെ തലയിൽ എണ്ണ തേക്കുന്നതിന് ഏത് എണ്ണ വേണമെങ്കിലും തേക്കാം കേട്ടോ, കാച്ചിയ എണ്ണയോ അതല്ലെങ്കിൽ വെറും വെളിച്ചെണ്ണയോ എന്നാണെങ്കിലും എണ്ണ തേച്ചാൽ മതി, പ്രത്യേകിച്ച് എണ്ണയൊന്നുമില്ല കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, ഞാൻ വെളി നിന്നെടുക്കുന്നോണ്ടേ. ഇങ്ങനെ ഇത് തലയോട്ടിയിലും എല്ലാം പരട്ടണേ. ഇതെല്ലാം ഒന്ന് ഞാൻ തല മുഴുവൻ ഒന്ന് ശരിക്കും ഒന്ന് പരട്ടട്ടെ. തല നല്ലപോലെ പരട്ടിച്ചുണ്ടല്ലോ, ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം തല നല്ലപോലെ ഒന്ന്. തന്നെ ചെയ്താലും മതി. ഞാൻ പിന്നെ ഇവളുടെ കയ്യിൽ ഇപ്പം ഇത് ചെയ്യാൻ കൊടുത്താൽ ഒരു വകയാക്കി വെക്കും. ഞാൻ തന്നെയാണ് തേക്കുന്ന തലയിൽ. നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തേച്ച് എന്നിട്ടൊരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തല ചുമ്മാ പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതിയേ, അല്ലാതെ വേറെ ഒന്നും ചെയ്യണ്ട. ഷാമ്പു ഒന്നും ഇടല്. നല്ലപോലെ താരനും പോകും. അച്ഛൻ്റെ തല ഇങ്ങനൊന്നും അല്ലായിരുന്നു. അയ്യോ, ഇങ്ങനെ ചിരണ്ടി എടുക്കാമായിരുന്നു തലേന്നൊക്കെ. ഇപ്പം ഇത് കണ്ടോ, താരനേ ഇല്ല. മറ്റേത് ഇങ്ങനെ ചിരണ്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ പുറ്റുപോലെ ഇരിക്കുമായിരുന്നു. ഇത് വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുക, പിള്ളേർക്കൊക്കെ മുഖം നിറച്ചും കുരു അങ്ങോട്ടാകാൻ തുടങ്ങും. ഇതുണ്ട് ഇപ്പം ഒത്തിരി മാറുന്ന പൂർണ്ണമായിട്ട് മാറി തലയിലെ. ഒരു 10 ദിവസം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ തലയിലെ മുഴുവനും പോകും. പിന്നെ നമ്മൾ ഇടയ്ക്ക് എപ്പോഴേലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്ത് കൊടുത്താൽ മതി, സ്ഥിരമായിട്ട് ചെയ്യണമെന്നില്ല. വൈകിട്ട് കുളിക്കാൻ നേരം രാവിലെ കുളിക്കുന്നതിന് മുന്നേ എപ്പോഴേലും ഒന്ന് തലയിൽ തേച്ചാൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പും നല്ലപോലെ കഴുകി എടുക്കണേ. ടവലും വേറെ എടുക്കണം. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടവല് പഴയ ടവല് തന്നെ ഉപയോഗിക്കരുത്. ചീപ്പൊക്കെ ആണെങ്കിലും നല്ലപോലെ സോപ്പിട്ട് കഴുകി വെച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടേച്ചൊന്ന് എടുത്താൽ മതി. ഇപ്പം ഞാൻ തലയുടെ മേളിൽ മാത്രമേ തേച്ചിട്ടുള്ളൂ കേട്ടോ, താഴോട്ടൊന്നും തേച്ചിട്ടില്ല.
മേളുവശത്ത് മാത്രം തേച്ച് എന്നിട്ട് മുടി വാരിക്കെട്ടി അങ്ങ് വെച്ചാൽ മതി. രണ്ടാമത്തെ ദിവസം തൊട്ട് നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ തുടങ്ങുന്നേ. നല്ലപോലെ വ്യത്യാസം അറിയാൻ തുടങ്ങി. നമുക്ക് തലയിലെ ചൊറിച്ചിൽ തന്നെ ആദ്യം മാറ്റം വരാൻ തുടങ്ങും. അപ്പം ഇതെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അടിപൊളി ഒരു മരുന്നാണ് തലയിൽ ഇത് പോകാനായിട്ട്, താരനും മുടി കൊഴിച്ചിലും മാറാനായിട്ട്. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അച്ചു ഇനിപ്പോയി തല നല്ലപോലെ കഴുകി കുളിച്ച് വരും. സാധാരണ പോലെ നമ്മൾ ഷവറിൻ്റെ കീഴിലോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് ഉലച്ച് കഴുകിയാൽ മതി. ഷാമ്പു ഒന്നും ഇപ്പോൾ ഇടണ്ട കേട്ടോ. ഒരു എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രം ഒന്ന് ഷാമ്പു ഇട്ട് കഴുകുക. ഞാൻ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. താളി ഇപ്പോഴാണ് എനിക്കൊരു ചെമ്പരത്തി നട്ട് വെച്ച് അതിൽ ഇലയൊക്കെ ആയി തുടങ്ങിയത്. എന്നാലും പെട്ടെന്ന് നമ്മളെല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെ ഷാമ്പു ആണ് ശരണം. പെട്ടെന്ന് നമ്മൾ തലമുടി ഒന്ന് വാഷ് ചെയ്തിട്ട് ഷാമ്പു ആണ്. വലിയ ഒത്തിരി കട്ടിയില്ലാത്ത ഈ ദീദി ഷാമ്പു പോലത്തെ ഒക്കെ ഷാമ്പു ഉപയോഗിക്കാമെങ്കിൽ കുറേയൊക്കെ മാറ്റം വരും. ഒത്തിരി കട്ടിയുള്ള ഷാമ്പു ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് തലമുടി, പിന്നെ എല്ലാവർക്കും എല്ലാ ഷാമ്പുവും പിടിക്കത്തുമില്ലല്ലോ. ചെമ്പരത്തി താളിയാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ ഷാമ്പു തന്നെ ശരണം. ഇന്ന് തന്നെ ഷാമ്പു ഇടരുത്. കുറച്ച് ദിവസമൊക്കെ തലയിൽ ഇതൊന്ന് നല്ലപോലെ തേച്ച് ആ താരൻ്റെ ഇതൊക്കെ ഒന്ന് കുറഞ്ഞതിനൊക്കെ ശേഷമൊക്കെ ഷാമ്പു ഒക്കെ ഇട്ട് കഴുകുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് ചുമ്മാ കഴുകി കളഞ്ഞാൽ മതി. പ്രത്യേകിച്ച് സ്മെല്ലോ അല്ലെങ്കിൽ ഒട്ടലോ ഒന്നും ഉള്ള സാധനമല്ല. കഴുകി കഴിയുമ്പോഴത്തേക്ക് മുടി നല്ലപോലെ ഇത് ഉണങ്ങി നല്ല ഇതായിട്ട് തന്നെ കിടന്നോളൂ. നല്ലപോലെ ശരിക്കും വാരി കെട്ടിങ്ങ് വെച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പം മറക്കണ്ട കേട്ടോ, ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഞങ്ങൾ 2 പേർക്കും നല്ലപോലെ താരനുണ്ടായിരുന്നായിരുന്നു. ഇത് പുരട്ടിയാണ് താരൻ നല്ലപോലെ മാറിയത്. അപ്പം മുടി വളരുകയും ചെയ്യും, താരനും പോകും, മുടി കൊഴിച്ചിലും മാറും. അപ്പം എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.